ഹലോ ഫ്രണ്ട്സ്, ഇൻഫോടെച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മാധ്യമങ്ങളിൽ ഏറെ വിവാദമായിട്ടുള്ള ധർമ്മസ്ഥല വിഷയത്തെക്കുറിച്ചാണ്. ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ്. 2025 ജൂലൈയിൽ ഒരു മുൻ ശുചീകരണ തൊഴിലാളി കർണാടക പോലീസിന് നൽകിയ പരാതിയാണ് ഇതിന് തുടക്കമാകുന്നത്. അദ്ദേഹം വ്യക്തമാക്കുന്നത് 1995 മുതൽ 2014 വരെ തൻ്റെ മേലധികാരികളുടെ നിർബന്ധത്തിന് വഴങ്ങി സ്ത്രീകളുടെയും കുട്ടികളുടെയും മൃതദേഹങ്ങൾ അദ്ദേഹം കുഴിച്ചിട്ടു എന്നതാണ്. ഈ വെളിപ്പെടുത്തൽ സമൂഹത്തെ ഞെട്ടിച്ചു. അതിനെ തുടർന്ന് കർണാടക സർക്കാർ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ചു. അദ്ദേഹം പറഞ്ഞ 13 സംശയാസ്പദമായ സ്ഥലങ്ങളിൽ അന്വേഷണം തുടങ്ങി. 6ാം സ്ഥലത്തു നിന്ന് അന്വേഷണ സംഘത്തിന് 15 അസ്ഥിഭാഗങ്ങളും ATM കാർഡും പാൻ കാർഡ് തുടങ്ങി നിരവധി തെളിവുകൾ ലഭിച്ചു. ഇത് ചൂണ്ടിക്കാണിക്കുന്നത് അവകാശവാദം വെറും കെട്ടുകഥയല്ല എന്നതാണ്. പഴയ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിനോടൊപ്പം പിന്നീട് പുതിയൊരു സാക്ഷി കൂടി വന്നു. അദ്ദേഹം പറയുന്നത് ഒരു ബാലികയെ കുഴിച്ചിട്ടത് താൻ കണ്ടു എന്നാണ്. രണ്ടാമത്തെ പരാതിക്കാരൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ മുമ്പിൽ 2025 ഓഗസ്റ്റ് 2 ഹാജരായി. വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീം 2025 ജൂലൈ 10 മുതൽ പരാതിക്കാരനും കുടുംബത്തിനും സംരക്ഷണം നൽകിയിട്ടുണ്ട്. ഇവയുടെ എല്ലാ നടപടികളും ഇപ്പോൾ നിയമപരമായി പുരോഗമിക്കുന്നു. ഇത്രയും വലിയ ആരോപണങ്ങൾക്ക് ശേഷം മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും ഇത് ആഴത്തിൽ അറിഞ്ഞിരിക്കേണ്ട വിഷയമാണെന്നത് കർണാടക ഹൈക്കോടതി വ്യക്തമാക്കി. താൽക്കാലിക മാധ്യമ വിലക്ക് നീക്കി ചർച്ചയ്ക്ക് വാതിൽ തുറന്നു. ഇത് വെറും ഒരു കുറ്റകൃത്യത്തിൻ്റെ അന്വേഷണമല്ല, മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ അന്വേഷണമാണ്. നമുക്ക് കാത്തിരിക്കാം കോടതിയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും എത്രത്തോളം സത്യത്തിൽ എത്തിച്ചേരും എന്ന്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയാൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യൂ. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ. നന്ദി.